ചോദ്യം: ആർത്തവ പ്രസവ രക്തമുള്ളവർക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം: ഫർളും സുന്നത്തുമായ നിസ്കാരം, വ്രതം, തിലാവത്തിൻ്റെയും ശുക്റിൻ്റെയും സുജൂദുകൾ, തൊവാഫ്, മുസ്ഹഫ് തൊടലും ചുമക്കലും, ഖുർആൻ പാരായണം, പള്ളിയിൽ താമസിക്കൽ, ശമ്മകം, മുട്ടുപൊക്കളിനിടയിൽ സുഖാസ്വാദനം, വിവാഹമോചനം. ചോദ്യം: നിസ്കരിച്ചു കൊണ്ടിരിക്കെ രക്തം പുറപ്പെട്ടാൽ നിസ്കാരം പൂർത്തിയാക്കാമോ? ഉത്തരം: പാടില്ല. ഉടൻ നിസ്കാരത്തിൽ നിന്ന് പിന്തിരിയണം. ചോദ്യം: ആർത്തവം നിലച്ചാൽ നിസ്കാരം ഖളാ വീട്ടണോ? ഉത്തരം: വേണ്ട. മാത്രമല്ല ഖളാ വീട്ടൽ ഹറാമുമാണ്. ഉപേക്ഷിക്കണമെന്ന അള്ളാഹുവിൻ്റെ കൽപ്പന ഞാൻ അനുസരിക്കുന്നുവെന്ന് ഒരു സ്ത്രീ കരുതിയാൽ അതിന് പ്രത്യേക കൂലിയുണ്ട്. ചോദ്യം: ഒരു നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിച്ച ഉടൻ ഹൈല് തുടങ്ങിയാൽ ആ നിസ്കാരം ഖളാ വീട്ടണോ? ഉത്തരം: ഫർള് മാത്രം നിർവഹിച്ച് ആ നിസ്കാരം നിർവഹിക്കാനുള്ള ഏറ്റവും ചുരുങ്ങിയ സമയം കഴിഞ്ഞ ശേഷമാണ് അവൾക്ക് ആർത്തവം തുടങ്ങിയതെങ്കിൽ പ്രസ്തുത നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. മേൽ വിശദീകരിച്ച രൂപത്തിൽ നിസ്കരിക്കാനുള്ള സമയം വക്തിലായി കിട്ടിയില്ലെങ്കിൽ ഖളാ വീട്ടേണ്ടതില്ല. ചോദ്യം: ഒരു നിസ്കാര സമയത്തിൻ്റെ അവസാനത്തിൽ രക്തം മുറിഞ്ഞു. ആ സമയത്ത് ശുദ്ധിയാക്കി ഒരു റക്അത്ത് നിസ്കരിക്കുവാൻ മാത്രമേ സമയം ലഭിച്ചുള്ളൂ. എന്നാൽ പ്രസ്തുത നിസ്കാരം നിർവഹിക്കേണ്ടതുണ്ടോ? ഉത്തരം: ഒരു റക്അത്തിനുള്ള സമയം ലഭിക്കണമെന്നില്ല. മറിച്ച് നിസ്കാരത്തിൻ്റെ സമയത്തിൽ ഒരു തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാനുള്ള സമയം ലഭ്യമായാൽ തന്നെ പ്രസ്തുത നിസ്കാരവും അവ ജമ്മാക്കാവുന്ന നിസ്കാരമാണെങ്കിൽ അതിനു മുമ്പുള്ള നിസ്കാരവും നിർവഹിക്കണം. ഉദാഹരണം: അസറിൻ്റെയും ഇശാഇൻ്റെയും അവസാനം രക്തം മുറിഞ്ഞാൽ കൂടെ ളുഹറും മഗ്‌രിബും നിസ്കരിക്കണം. ളുഹർ, മഗ്‌രിബ്, സുബ്ഹ് എന്നീ നിസ്കാര സമയങ്ങളിലാണ് രക്തം നിലച്ചതെങ്കിൽ അവ മാത്രം നിസ്കരിച്ചാൽ മതി. ചോദ്യം: കൃത്രിമ മരുന്നുകൾ ഉപയോഗിച്ച് ആർത്തവം ഉണ്ടാക്കിയാൽ നിസ്കാരം പോലത്തെ ആരാധനകൾ വർജിക്കാമോ? ഉത്തരം: വർജിക്കണം. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു: ഹൈലുകാരിക്കും നിഫാസുകാരിക്കും നിസ്കാരം നിർബന്ധമില്ല. മരുന്നിൻ്റെ സഹായത്തോടെ ആർത്തവം സമയത്തിൻ്റെ മുമ്പ് പുറപ്പെടുവിച്ചാലും ശരി. ചോദ്യം: രക്തസ്രാവ സമയത്ത് ഉപേക്ഷിച്ച നോമ്പ് ഖളാ വീട്ടേണ്ടതുണ്ടോ? ഉത്തരം: വീട്ടേണ്ടതുണ്ട്.